അറബിക്കടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. കപ്പൽ അപകടം ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. കപ്പലിന്റെ ബലാസ്റ്റിൽ ഉണ്ടായ തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്നും ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കി. കപ്പൽ കമ്പനിക്കെതിരെ നടപടിയെടുക്കുന്നത് സർക്കാർ ആലോചിച്ചു വരികയാണെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ വിശദമായ കുറിപ്പ് നൽകുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഇന്നത്തെ ചർച്ചയിൽ അത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ കമ്പനിയെ പറ്റി അന്വേഷിക്കണമെന്നും കമ്പനിയെ നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നും അതിൻ്റെ മറ്റു കാര്യങ്ങൾ ആലോചിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് അത് ചെയ്യേണ്ടത്. അത് മുഖ്യമന്ത്രിയുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അത്തരം കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കും. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് വിശദമായ ഒരു കുറിപ്പ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ കേന്ദ്രമന്ത്രിയുമായി ഞാൻ സംസാരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയുമായിട്ട് സംസാരിച്ചു. ഞാൻ സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു കുറിപ്പ് ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൻ്റെ കൂടി തീരുമാനം വെച്ച് ഫിഷറീസ് വകുപ്പ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഈ അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രണ്ട് വാർത്തയാണുള്ളത്. അതിലൊന്ന്, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഈ വിഷയം അല്ലെങ്കിൽ ഈ സംഭവം വിശദമായി അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കപ്പലിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം സംസ്ഥാന സർക്കാരും ഇത് അതേ രീതിയിൽ കാണുന്നു എന്നുള്ളതാണ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അത് സംബന്ധിച്ച് കേന്ദ്രത്തിന് ഒരു കുറിപ്പ് നൽകുമെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. എന്താണ് ഇതിൽ കേന്ദ്രവും സംസ്ഥാനവും ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നത്? ഈ അപകടത്തെ കാണുന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുന്നെങ്കിലും ഈ കമ്പനിക്കെതിരെ അന്വേഷണം വേണം, അത് കൃത്യമായി പഠിക്കണമെന്നൊക്കെ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ പറയുന്നു? പ്രജിൻ, ഒരുപക്ഷെ ഇന്ത്യ തീരത്തുണ്ടായ ഏറ്റവും വലിയൊരു കപ്പൽ അപകടമായാണ് MSC എൽസ 3 മുങ്ങിയതിനെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം വിലയിരുത്തുന്നത്. ഇന്ന് പ്രധാനമായും ഈ കപ്പൽ മുങ്ങിയ ഘട്ടം മുതൽ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികളുമാണ് വിശദീകരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരൊറ്റപ്പെട്ട സംഭവമായി മാത്രം കാണുന്നുവെന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയം പറഞ്ഞത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ കപ്പൽ മനഃപൂർവ്വം ഇത്തരത്തിൽ മുക്കി താഴ്ത്തിയതാണോ തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. പക്ഷേ അതിനെല്ലാം പൂർണ്ണമായും തള്ളുകയാണ്. പ്രാഥമികമായി കപ്പലിന്റെ ഉണ്ടായിരുന്ന തകർച്ച തന്നെയാണ് ഇത്തരത്തിൽ ഈ കപ്പൽ മുങ്ങാനുള്ള ഒരു കാരണമായി പ്രാഥമികമായുള്ള വിലയിരുത്തൽ. വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം നിലവിൽ പ്രാധാന്യം നൽകുന്നത് ഈ കപ്പലിലെ ഓയിൽ ലീക്കേജ് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ജൂലൈ 3 വരെയുള്ള സമയത്തിനിടയിൽ ഈ കപ്പലിലെ ഓയിൽ പൂർണ്ണമായും മാറ്റും. അതോടൊപ്പം തന്നെ കപ്പൽ ഉയർത്താനുള്ള ശ്രമവും നടത്തും. കപ്പൽ അവിടെ നിന്ന് ഉയർത്തി മാറ്റാൻ, അതായത് മറ്റൊരിടത്തേക്ക് മാറ്റാൻ സാൽവേജ് കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. T&D എന്ന അമേരിക്കൻ സാൽവേജ് കമ്പനിയാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ കപ്പൽ അവിടെ നിന്ന് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ പരിസ്ഥിതിക്ക് അനുയോജ്യമാകുന്ന തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ കപ്പൽ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ കണ്ടെയ്നേഴ്സിന്റെ കാര്യത്തിലാണ് ഒരു ആശങ്ക നേരത്തെ പ്രകടമായിരുന്നത്. 13 കണ്ടെയ്നറുകളിലാണ് ഹസാഡസ് വസ്തുക്കൾ ഉണ്ട് എന്ന വാർത്തകൾ വന്നത്. അതിൽ 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ആണ്, അതിൽ ഒരെണ്ണത്തിൽ റബ്ബർ വസ്തുക്കളാണ്. ഈ 12 കാൽസ്യം കാർബൈഡ് കണ്ടെയ്നറുകളിൽ 5 എണ്ണം മാത്രമാണ് ഓൺ ഡെക്കിൽ ഉണ്ടായിരുന്നത്. ബാക്കി 7 എണ്ണം അത് ഈ ഷിപ്പിന്റെ അടിത്തട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് ഷിപ്പിനൊപ്പം തന്നെ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. ഈ 5 കാൽസ്യം കാർബൈഡുകൾ ഈ പരിസരത്ത് മാത്രമാണുള്ളത്. അത് ഓഫ് ഷോറിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. ഇന്ന് ഈ കണ്ടെയ്നറുകൾ സ്കാൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കും. പ്രത്യേകിച്ച് ഇതിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ കണ്ടെയ്നറുകൾ ഒഴി നടക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ സ്കാനർ ഉപയോഗിച്ച് കണ്ടെത്തി ഈ കണ്ടെയ്നറുകൾ പൂർണ്ണമായി മാറ്റേണ്ടതുണ്ട്. കാരണം ഇതൊരു നാവിഗേഷൻ ചാനലാണ്. അതുകൊണ്ട് ആ നടപടിയിലേക്ക് കടക്കുകയാണ്. ഒപ്പം കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്ന ആശങ്കയാണ്. പ്രത്യേകിച്ച് ഇത് സംഭവിച്ചിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ സംഭവമാണെങ്കിൽ പോലും ഇതിന്റെ ദുരിതഫലം അനുഭവിക്കേണ്ടത് കേരളമാണ്. ഈ തീരത്തേക്കാണ് കണ്ടെയ്നറുകളടക്കം എത്തുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ എന്തെങ്കിലും നടപടികൾ ഈ ഷിപ്പിംഗ് കമ്പനിക്കെതിരെ സ്വീകരിക്കാനാകുമോ എന്ന പശ്ചാത്തലത്തിലാണ് ഫിഷറീസ് മന്ത്രി ഇന്ന് കേന്ദ്രത്തിന് ഒരു കത്ത് നൽകുമെന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ കമ്പനിക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കാനാകുമോ എന്നതിന്റെ ഉപദേശം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കോസ്റ്റ് ഗാർഡും നേവിയും ഈ ഓയിൽ കരയിലേക്ക് എത്തുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തുന്നുണ്ട്. അവിടെ ബൂമിംഗ് അടക്കം നടത്തുകയാണ്. ഒപ്പം ഇതുവരെ ഇത്തരത്തിൽ ഹസാഡസ് ആയ ഒരു ഓയിൽ ലീക്കേജ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ജൂലൈ 3 ഈ കപ്പലിൽ നിന്ന് പൂർണ്ണമായും ഇന്ധനം നീക്കം ചെയ്യാനാകും എന്നാണ് ഇപ്പോൾ പങ്കുവെക്കുന്ന പ്രതീക്ഷ. പ്രജിൻ, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും 1997 പണി കഴിപ്പിച്ച് പുറത്തേക്ക് നീറ്റിലേക്ക് ഇറക്കിയതാണ് ഈ MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ. പിന്നെ അതായത് 28 വർഷത്തെ പഴക്കമുണ്ട് ആ കപ്പലിന്. ആ കാലപ്പഴക്കമാണോ ഈ അപകടം ഉണ്ടാക്കിയത്, അല്ല ഈ സമുദ്രത്തിൽ അത്രമാത്രം പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടായതാണോ അപകടത്തിനിടയാക്കിയ ഇത്ര കാര്യങ്ങളൊക്കെ ഇനി കേന്ദ്രം പഠിക്കാൻ പോവുകയാണ് എന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കിയത്.